ഹലോ ഹായ്, നമ്മളിന്ന് സോക്കിൻ്റെ 2 സ്ലിംഗ് ബാഗ്സിൻ്റെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. ഒരു ജെനുവിൻ റിവ്യൂ ഞാനൊരു 4 മാസം ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഞാൻ 1399 രൂപയ്ക്ക് 2 എണ്ണം ബൈ 1 ഗെറ്റ് 1 ഫ്രീയിൽ വാങ്ങിയതാണ്. സോക്കിൽ മിക്കവാറും ഓഫേഴ്സ് ഉണ്ടാവും. അത് തന്നെയല്ല, നിങ്ങൾക്കറിയാം സോക്കിൽ സ്ലിംഗ് ബാഗ്സ് മാത്രമല്ല, വാലറ്റുകളും അതുപോലെ തന്നെ ഓഫീസ് ബാഗ്സ്, ടോട്ട് ബാഗ്സ്, ബാക്ക് പാക്സ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബാഗ്സ് ഉണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ലിംഗ് ബാഗ്സ് ആയതുകൊണ്ടാണ് എനിക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, അവരുടെ മോട്ടീവ്സ് ഒക്കെ അറിയാം. കണ്ടംപററി പ്ലസ് ട്രഡീഷണൽ സ്റ്റൈലിലാണ് അവർ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഗൈസ്. ഈ 4 മാസത്തെ എൻ്റെ ഉപയോഗത്തിൻ്റെ ഇത് ഞാൻ ഒക്കേഷനിൽ മാത്രം ഉപയോഗിക്കുന്ന ബാഗാണ്. കാരണം ഒരു ബേജ് കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പറ്റും. ഇത് ഞാൻ ഡെയിലി കൊണ്ടുനടക്കും. എൻ്റെ സന്തത സഹചാരിയാണ് ഗൈസ് ഈ ബാഗ്. അതിൻ്റെ കോലം കണ്ട് ഏകദേശം എനിക്ക് മനസ്സിലാവും. കളറൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതെൻ്റെ സന്തത സഹചാരിയാണ്. ഞാൻ എപ്പോൾ എവിടെ പോയാലും ഇതുകൊണ്ട് നടക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ പിടിക്കുന്നില്ല ഗൈസ്. നല്ല ഭാരമുണ്ട്. കാരണം എല്ലാ സാധനവും അതിനകത്ത് പെട്ടിട്ടുണ്ടാക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ് സാധനം. നല്ല പക്ക ലെതറാണ്. വരയും കുറിയും ഒന്നും വീഴത്തൊന്നുമില്ല, ഒരേത്തില്ല. നല്ല നല്ല ലെതറാണ്, നല്ല ക്വാളിറ്റി ലെതറാണ്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ് അകത്ത്. നല്ല സ്പേസ് ഉണ്ട് അകത്ത്. ഇത് കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് അകത്ത്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അത്ര സാധനമാണ്. നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുണ്ട്. ഓൾറെഡി ഒരു നല്ല പുറത്ത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അകത്ത് പിന്നെ ഒരു ലെയറും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റൻഷനും ഉണ്ട്. അങ്ങനെയാണ് തന്നെയാണ് 2 ബാഗുകളും. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വെള്ളം നനഞ്ഞാൽ ഈ മോട്ടീവുകളൊന്നും സ്പ്രെഡ് ആവുമോ ഒന്നും ചെയ്യത്തില്ല. നല്ലതാണ്, നമുക്ക് കഴുകി ഉപയോഗിക്കാം. വാഷബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി വാഷ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അഴുക്ക് പറ്റിയിരിക്കുകയൊന്നുമില്ല. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ബാഗാണ്. പക്ഷേ ഇത് നോക്കുക, ഒരു കുഴപ്പമില്ല. 3 ഉറകളായിട്ടാണ് വരുന്നത്. 3 റോസാണ്. ഇതൊരെണ്ണം, പിന്നെ അകത്ത് മെയിനായിട്ട് ഒരെണ്ണം, പിന്നെ ഒരു കുട്ടി ഒരെണ്ണം. അങ്ങനെ 3 റോസാണ് വരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ നല്ല മഴയ്ക്കോടെയാണ് പുറത്ത് പോയിട്ട് വന്നത്. 2 വീലറിലാണ് പോയത്. ഫുള്ള് നനഞ്ഞ് കംപ്ലീറ്റ് നനഞ്ഞ് വന്നിട്ട് ഇവനെയും കൊണ്ടാണ് പോയത്. ഇവൻ കംപ്ലീറ്റ് നനഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഉണ്ടല്ലോടാ, ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറിയില്ലടാ. സർപ്രൈസിങ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്തു വെക്കാൻ മറന്നുപോയി. ഇന്നലെ ഓർമ്മക്കുറവുണ്ട്, അരണബുദ്ധിയാണ് കേസ്. അപ്പോൾ ഞാൻ മറന്നുപോയി ഇന്നലത്തെ സാധനം എടുത്തു വെക്കാൻ. പക്ഷേ എങ്കിൽ പോലും ഇതിനകത്ത് ഒരു സാധനം പോലും, ഫോണൊന്നും നനഞ്ഞിട്ടില്ല. ഇതിനകത്തിലെ പൗച്ചായിക്കോട്ടെ, ഇതിനകത്ത് ഇരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. തെറ്റത്തിലുണ്ടായിരുന്ന സാധനങ്ങളാണ് ഇവരെല്ലാം. കുട്ടിപ്പോയിട്ട് എൻ്റെ വാച്ചിനകത്തുണ്ടായിരുന്നു. എല്ലാ സാധനവും ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾക്ക് കണ്ടറിയാം, ഇതൊന്നും നനഞ്ഞിട്ടില്ലടാ. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്തിലിരുന്ന പൈസയാണ് ഗൈസ്. ഇത് കണ്ടോ, ഇപ്പോഴും പളപള നോട്ട് പോലെ തന്നെ ഇരിക്കുന്നത്. ഇതൊന്നും നനഞ്ഞിട്ടില്ല ഗൈസ്. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിത് ഫാനിൽ വെച്ച് ഉണക്കിയതൊന്നുമല്ല. ഇത് വെറുതെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും ഇതിനകത്ത് അകത്തേക്ക് വെള്ളം കയറിയില്ല. അപ്പം മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് ദാറ്റ് മച്ച് ഗുഡ് എന്ന് പറഞ്ഞ സോക്ക് എനിക്ക് പൈസ ഒന്നും തരുന്നില്ല ഗൈസ്. ഞാൻ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയ ബാഗുകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ. ഓക്കെ, ബൈ.